ഇന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരണം ഇതാണ്: കേരളത്തെ കുരുതിക്കളമാക്കാനുള്ള കോൺഗ്രസിന്റെ ഗൂഢാലോചനയാണ് എന്ന്. ശ്രീ പി എസ് സഞ്ജീവും ശ്രീ ടി പി ജയചന്ദ്രൻ മാസ്റ്ററും ഉന്നയിച്ച ഒരു ആരോപണം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പടലപ്പിണക്കങ്ങൾക്ക് ഒരു പരിചയം ഉണ്ടാക്കാൻ, ഒരു മറപിടിക്കാൻ വേണ്ടി അക്രമ പ്രവർത്തനങ്ങളിലേക്ക് കോൺഗ്രസ് നേതാക്കൾ പോവുകയാണ്, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അതിന് കാരണമൊരുക്കുകയാണ് എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു അക്രമ സംഭവം, അതായത് ഇവരുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചതിന് ആ ജാഥയ്ക്ക് ഏറ്റവും പിന്നിൽ ഗുണ്ടാപ്പടയെ നിർത്തിയാണ് കോൺഗ്രസ്സുകാർ അത് ചെയ്തത് എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുകയാണ്. ഒരു പ്രകോപനവുമില്ലാതെയാണ് ലോക്കൽ കമ്മിറ്റി ഓഫീസിലേക്ക് ആക്രമണം നടത്തിയത് എന്നാരോപിക്കുകയാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഈ ജാഥയുമായി ബന്ധപ്പെട്ട് തൊട്ടതെല്ലാം പിഴച്ചിരുന്നു. മാധു, അതിലേക്ക് വരുന്നതിന് മുമ്പേ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത, ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ സാധാരണ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും ചർച്ച ചെയ്യപ്പെടുന്ന ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്. അത് കൃത്യമായിട്ട് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ്റെ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന CPM എന്ന് പറഞ്ഞ പാർട്ടിയും അതിൻ്റെ നേതാക്കന്മാരുമാണ്. കാരണം ഈ നാട്ടിലെ ആളുകളുടെ ജീവിത പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും ചർച്ച ചെയ്യരുത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ഘട്ടത്തിൽ ഇത്തരത്തിൽ വിഷയം വരുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ സഞ്ജീവ് പറഞ്ഞത്, അദ്ദേഹം എന്നെ കോൺഗ്രസ് പ്രതിനിധി, എൻ്റെ പേര് വല്ലതും പറയാൻ അദ്ദേഹത്തിന് മടിയാണ്. ഞാൻ സഞ്ജീവിനോട് കോൺഗ്രസ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന പദ്ധതിയാണെങ്കിൽ പിന്നെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കസേരയിൽ ഒരു ഏത്തവാഴ കണ്ടു വെക്കുന്നത് നിങ്ങൾക്ക് നല്ലത്. കോൺഗ്രസിനെ പോലെ പ്രതിപക്ഷത്ത് 9 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു സംഘടന ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന പദ്ധതി കണ്ടുകൊണ്ട് പിണറായി വിജയന്റെ പോലീസ് സേന നോക്കി നിൽക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് അദ്ദേഹം ആ കസേരയിൽ ഇരിക്കുന്നത്? അടുത്തത്, നിങ്ങൾ പറയുന്നത്, നിങ്ങളുടെ നേതാക്കന്മാർ പറയുന്നത്, ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണ് പറയുന്നത്, സനീഷിന്റെ വീട്ടിന്റെ അടുക്കളയിൽ ഗാന്ധി പ്രതിമ വെച്ചാൽ ഞങ്ങൾ പൊളിക്കുമെന്ന്. അപ്പൊ ഗാന്ധി പ്രതിമയാണെന്ന് അറിയാം ജില്ലാ സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി മെമ്പർ ഗോപിനാഥന്, ഗാന്ധി പ്രതിമ വെച്ചാൽ പൊളിക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ സനീഷിന്റെ അടുക്കളയിൽ കയറി ഗാന്ധി പ്രതിമ പൊളിക്കാനും പാവപ്പെട്ടവരുടെ അടുക്കളയിൽ കയറി മഞ്ഞക്കുറ്റി ഇടാനും ഒക്കെ അല്ലാതെ സാധാരണ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സമരം ചെയ്യുകയാണെങ്കിൽ ഈ മഴക്കാലത്ത് വാദം വരാതിരിക്കാനായിട്ട് ഈ സംഘടനയ്ക്ക് പറ്റും. പിന്നെ നിങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ സമരത്തിന്റെ ഇടയ്ക്ക്, പ്രകടനത്തിന്റെ ഇടയ്ക്ക് വിളിച്ച മുദ്രാവാക്യത്തിന്റെ ഉത്തരവാദിത്വം സംഘടനാപരമായി ഏറ്റെടുക്കണമെന്നല്ലേ? ഹസൻ മുബാറക് എന്ന് പറഞ്ഞ SFIയുടെ അഖിലേന്ത്യാ കമ്മിറ്റി നേതാവ് ചാലക്കുടിയിലെ SIയെ പട്ടിയെ പോലെ തെരുവിലിട്ട് തല്ലുമെന്ന് പറഞ്ഞു. അത് സംഘടനാപരമായി ആലോചിച്ചെടുത്ത, ഉറപ്പിച്ചെടുത്ത തീരുമാനമായിരുന്നോ? നിങ്ങൾക്ക് തന്തയില്ലാത്ത കുട്ടിയെ ഉണ്ടാക്കി തരുമെന്ന് SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആർഷ പറഞ്ഞിരുന്നു. അത് SFI സംസ്ഥാന കമ്മിറ്റി തീരുമാനം ചേർന്ന് എടുത്ത് നടപ്പാക്കി പറഞ്ഞു പഠിപ്പിച്ച പദ്ധതിയായിരുന്നു. അല്ലല്ലോ. ഏതെങ്കിലും ഒരു നേതാവിന്റെയോ വിവേചനം, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ, താങ്കളുടെ അവസരത്തിൽ ഞാൻ ഇടപെട്ടില്ല, ഞാൻ പൂർത്തിയാക്കട്ടെ, അങ്ങനെ പോലെ ഞാൻ പൂർത്തിയാക്കട്ടെ. പിന്നെ കത്തിയുമായി വന്ന സഞ്ജീവേ, ഇത് തന്നെ പ്രശ്നം, മരപ്പെട്ടത് ഇത് തന്നെ പ്രശ്നം. നിങ്ങൾ പറയുന്ന മുഴുവൻ ഞാൻ കേട്ടിരുന്നു, ഞാൻ പറയുന്നത് കേട്ടിരിക്കണം, ഞാൻ പറയുന്നത് കൂടി കേട്ടിരിക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കണം. അതാണ് നിങ്ങൾ ഈ ജനാധിപത്യ മര്യാദ പറഞ്ഞല്ലോ. ആർക്ക് വേണമെങ്കിലും പ്രവർത്തിക്കാം, ആർക്ക് വേണമെങ്കിലും സംസാരിക്കാം, ആർക്ക് വേണമെങ്കിലും ശബ്ദിക്കാം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് കേട്ടിരിക്കാനുള്ള മര്യാദ കാണിക്കണം. കോൺഗ്രസ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൊലപാതകമാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്തിനു നോക്കിയിരുന്നു 3 വർഷക്കാലം എന്നുള്ള ഉത്തരം നിങ്ങൾക്ക് വേണ്ടേ? ഇനി അക്രമത്തെ ആഘോഷിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അത് പല്ലിളിച്ച് കാണിച്ചുകൊണ്ട് നാളെയും തുടരണമെന്ന് തന്നെ പോലെയുള്ള DYFI SFIക്കാരോട് നടത്താൻ പറഞ്ഞതും പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, BJPയുടെ നേതാവിനോട് ഒരു കാര്യം കൂടി, അല്ല ഞാനൊരു കാര്യം പറയട്ടെ, BJPയുടെ നേതാവിനോട്, ഞങ്ങൾക്ക് ഗാന്ധിജിയുടെ സ്തൂപം വെറും ഗാന്ധി പ്രതിമയല്ല, ഗാന്ധി ചിത്രമല്ല, ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിന്റെ ചിത്രവും സ്തൂപമാണ്. നിങ്ങൾക്ക് ഗാന്ധി ഘാതകർക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നും. അതുകൊണ്ട് ഗാന്ധി സ്തൂപം തകർക്കപ്പെട്ടാൽ കോൺഗ്രസ് പ്രതിഷേധിക്കും. നിങ്ങൾക്കും സഖാക്കന്മാർക്കും, സംഘികൾക്കും സഖാക്കന്മാർക്കും ഗാന്ധി സ്തൂപം തകർക്കുന്ന കാര്യത്തിൽ ഒറ്റ വാക്കായി പോയത് ഞങ്ങളുടെ കുറ്റമല്ല. നിങ്ങൾ ഒരമ്മ പറ്റ മക്കളെ പോലെയാണ് കുറെ കാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ്. പിന്നെ താങ്കൾ പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ ഞങ്ങളും CPM ചർച്ച ചെയ്തപ്പോൾ അക്രമം ഇല്ലാതാക്കപ്പെടുന്നു. അതിന്റെ അർത്ഥം എന്താ? നിങ്ങളാണ് ഈ പണി മുഴുവൻ നടത്തിക്കൊണ്ടിരുന്നത്. 9 വർഷമായിട്ട് അക്രമം ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ സന്ധി ചെയ്തപ്പോൾ ഇല്ല എന്നാണ്. അതിന്റെ അർത്ഥം നിങ്ങൾ അതിനു മുമ്പ് പോരാട്ടം നടത്തിയപ്പോൾ ഒരുപാട് ചെറുപ്പക്കാരുടെ ജീവൻ കളഞ്ഞു. രാഷ്ട്രീയ പ്രവർത്തനം, പ്രത്യേകിച്ചും യുവജന സംഘടനകളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ കേരളം പ്രതീക്ഷയോട് കൂടിയാണ് നോക്കിക്കാണുന്നത്. കൊടി പറിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും അനാവശ്യം പറയലും ഒക്കെയാണോ കേരളത്തിലെ യുവജന സംഘടനകൾക്ക് ആകെയുള്ള പ്രശ്നം എന്ന് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ചോദിച്ചിരുന്നു. ഡോക്ടർ ജിൻഡോ ജോൺ പിന്നീട് ചോദിച്ച ജീവിത പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ലാത്ത അവസരം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതിന് രണ്ടുപേരും ഉത്തരവാദികളാണ് എന്നുള്ളത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ഭാഗത്തു നിന്നുമാണ് പ്രകോപനം ഉണ്ടായത്. അത് അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് സാമൂഹ്യ ജീവിതത്തിന് ഏറ്റവും നല്ലത്.